നെക്സ്റ്റ് സെഡിമെൻറ്റേഷൻ അനാലിസിസ്. അപ്പം 75 മൈക്രോണിൽ കൂടിയ സൈസുള്ള പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്താൻ വേണ്ടി നമ്മൾ സീവ് അനാലിസിസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ സോയിൽ പാർട്ടിക്കിൾ ഫൈനർ ദാൻ 75 മൈക്രോൺ സൈസ് ആണെങ്കിൽ നമുക്കത് സീവ് യൂസ് ചെയ്ത് കണ്ടെത്താൻ പറ്റില്ല. ആ കേസിലാണ് നമ്മൾ സെഡിമെൻറ്റേഷൻ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഈ സെഡിമെൻറ്റേഷൻ അനാലിസിസ് അല്ലാണ്ട് വെറ്റ് അനാലിസിസ് എന്നൂടെ പറയും. വെറ്റ് അനാലിസിസ്. ഈ സെഡിമെൻറ്റേഷൻ അനാലിസിസ് എന്ന് പറയുന്നത് സ്റ്റോക്സ് ലോനെ ബേസ് ചെയ്തിട്ടാണ് സെഡിമെൻറ്റേഷൻ അനാലിസിസ് ചെയ്യുന്നത്. സ്റ്റോക്സ് ലോനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ സ്റ്റോക്സ് ലോ എന്താണെന്ന് വെച്ചാൽ, സ്റ്റോക്സ് ലോ നമ്മൾ ഒരു ഫ്ലൂയിഡിൽ ഒരു സ്ഫിയർ സെറ്റിലിംഗ് ചെയ്യുന്ന സമയത്ത് അതിനൊരു വെലോസിറ്റി ഉണ്ടാവും. അതാണ് അതിൻ്റെ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ആ ടെർമിനൽ വെലോസിറ്റി കണ്ടെത്താനുള്ള എക്സ്പ്രഷനാണ് സ്റ്റോക്സ് ലോ തരുന്നത്. വിച്ച് ഗീവ്സ് ദി ടെർമിനൽ വെലോസിറ്റി ഓഫ് എ സ്മോൾ സ്ഫിയർ സെറ്റിംഗ് ഇൻ എ ഫ്ലൂയിഡ് ഓഫ് ഇൻഫൈനൈറ്റ് എക്സ്റ്റെൻറ്റ്. ഒരു ഫ്ലൂയിഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഫ്ലൂയിഡിൽ ഒരു സ്ഫിയർ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അത് അറ്റൈൻ ചെയ്യുന്ന വെലോസിറ്റി, ഏത് വെലോസിറ്റിയിലാണ് അത് സെറ്റിൽ ചെയ്യുന്നത്, അതാണ് അതിൻ്റെ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു സ്റ്റോക്സ് ലോ നമുക്ക് തരുന്നത്. അപ്പോൾ ടെർമിനൽ വെലോസിറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്മോൾ സ്ഫിയർ ഈ ഒരു ഫ്ലൂയിഡ് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇനീഷ്യലി അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. പക്ഷേ പിന്നെ അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരും. കാരണം ഇതിനൊരു ഡ്രാഗ് ഫോഴ്സ് ഉണ്ട്. ഫ്ലൂയിഡ് ആയതുകൊണ്ട് തന്നെ അതിനൊരു ഡ്രാഗ് ഫോഴ്സ് ഉണ്ട് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. സോ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ആ ഒരു വെലോസിറ്റി ഇനീഷ്യലി അതിൻ്റെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം അണ്ടർ ഗ്രാവിറ്റി അതിനൊരു വെലോസിറ്റി കൂടുതലായിരിക്കും. പക്ഷേ ഡ്രാഗ് ഫോഴ്സ് കാരണം അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വന്നിട്ട് ഒരു സ്റ്റഡി കണ്ടീഷൻ അറ്റൈൻ ചെയ്യും. പിന്നെ ഒരു സ്റ്റഡി വെലോസിറ്റിയിലാണ് അത് സെറ്റിൽ ചെയ്യുന്നത്. ആ വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സ്റ്റോക്സ് ലോ ടെർമിനൽ വെലോസിറ്റിൻ്റെ ഒരു എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ, ടെർമിനൽ വെലോസിറ്റി V is equal to 1/18 g d square into g minus 1 rho w divided by mu. ഇതിൽ mu എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡാണ്. ഏത് ഫ്ലൂയിഡിലാണോ സെറ്റിൽ ചെയ്യുന്നത് ആ ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റിയാണ് mu എന്ന് പറയുന്നത്. g എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, d എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് പാർട്ടിക്കിൾ, g എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി, റോ w എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ, v എന്ന് പറഞ്ഞാൽ സെറ്റിലിംഗ് വെലോസിറ്റി. ഇതാണ് സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണ് നോക്കാനുള്ളത്. പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്. പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ എക്സ് ആക്സിസിൽ പാർട്ടിക്കിൾ സൈസാണ്, വൈ ആക്സിസിൽ പെർസെൻറ്റേജ് ഫൈനലാണ്. ഇനി ഇത് നമ്മൾ ഈ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് നമ്മൾ വരയ്ക്കുന്നത് ഒരു സെമി ലോഗ് ഗ്രാഫിലാണ് വരയ്ക്കുന്നത്. സെമി ലോഗ് ഗ്രാഫ് യൂസ് ചെയ്തിട്ടാണ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ 0, 0, 1 ആണ്. സാധാരണ രീതിയിൽ നമ്മൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ, ഒരു ഫിക്സ്ഡ് വാല്യൂ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഡിവിഷൻസും നമ്മൾ എഴുതുക സാധാരണ നമ്മൾ ഗ്രാഫിൽ. പക്ഷേ സെമി ലോഗ് ഗ്രാഫിലാണെങ്കിൽ ഇത് 0.00 ഒരു ലോഗ് ആയിട്ടാണ്, ലോഗരിതമിക് ആയിട്ടാണ് ഇത് ഇൻക്രീസ് ചെയ്യുന്നത്. ഇത് 0.001, ഇത് 0.01, ഇത് 0.1, ഇത് 1, നെക്സ്റ്റ് 10. ആ ഒരു രീതിയിലാണ് നമ്മൾ സെമി ലോഗ് ഗ്രാഫിൽ വരയ്ക്കുക. അപ്പോൾ പെർസെൻറ്റേജ് ഫൈനൽ എന്ന് പറയുന്ന സമയത്ത് 20%, 40%, 60%, 80%, 100% എന്ന് നമുക്ക് കാണിക്കാം. ഇത് നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കുന്ന സമയത്ത് 0.001 എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സൈസാണ്. അപ്പോൾ ആ ഒരു സൈസിനേക്കാളും ചെറിയ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സൈസിനേക്കാളും ചെറിയ പാർട്ടിക്കിൾ ഉണ്ടാവുന്ന പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. ആ സൈസിനേക്കാളും ഫൈനർ ആയിട്ടുള്ളത്. ഒരു പെർട്ടിക്കുലർ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഈ 0.001 ചെറിയ പാർട്ടിക്കിൾ ഉണ്ടാകാനുള്ള ചാൻസ് എമൗണ്ട് കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ വാല്യൂ ഏകദേശം ഒരു 0-ക്കും 20-ക്കും ഇടയിൽ വന്ന് നോക്കാം. ഈ 10 mm ഒരു പാർട്ടിക്കിൾ സൈസ് എടുക്കുക, അതായത് 10 mm ഒരു സീവ് എടുത്താൽ അതിനേക്കാൾ ഫൈനർ ആവാനുള്ള പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും, അതിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. നേരെ മറിച്ച് നമ്മൾ ഈ സെമിലോഗ്രാഫിൽ ഇങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്തതായിരുന്നെങ്കിൽ
അപ്പോൾ ഇതിപ്പോൾ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഡിക്രീസിങ് ഓർഡറിൽ 0, 1, 0.1, 0.01, 0.0001 ഈ ഒരു രീതിയിലാണെങ്കിൽ, ഈ രീതിയിലാണെങ്കിൽ ഈ ഒരു ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? നേരെ തിരിച്ചായിരിക്കും. അതായത് 10 mm ഫൈനറായിട്ടുള്ള പാർട്ടിക്കിൾ കൂടുതലായിരിക്കും. 10 mm 10 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു സൈസാണ്. അതിനേക്കാളും ചെറുതായിരിക്കും ഭൂരിഭാഗം പാർട്ടിക്കിളും. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ അതിന് മാർക്ക് ചെയ്തതനുസരിച്ച് അതിൻ്റെ ഷേപ്പ് വരും. സാധാരണ രീതിയിൽ നമ്മൾ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ വരയ്ക്കുക. ഇനി ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിഫറെൻറ്റ് സൈസ് ഇൻ സോയിൽ മാസ് ഈസ് കോൾഡ് ഗ്രേഡിംഗ്. ഒരു സോയിൽ മാസ് എടുക്കുക, ഒരു സോയിൽ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ ടൈപ്പുള്ള പാർട്ടിക്കിൾ, ഏതൊക്കെ സൈസുള്ള പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിളിൻ്റെ സൈസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, ഒരേ സൈസുള്ള പാർട്ടിക്കിളാണോ, ഡിഫറെൻറ്റ് സൈസുള്ള പാർട്ടിക്കിളാണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾ ഇൻ ഡിഫറെൻറ്റ് സൈസ് ഇൻ എ സോയിൽ മാസ് ഈസ് കോൾഡ് ഗ്രേഡിംഗ്. അതാണ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഗ്രേഡിങ്ങിൻ്റെ ഡെഫിനേഷൻ നോട്ട് ചെയ്ത് വെക്കുക. ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് particles of different size in soil mass is called grading. ഇനി നമ്മൾ ഈ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് വരച്ചാൽ നമ്മുടെ സോയിലിൻ്റെ ഗ്രേഡിങ് നമുക്ക് കണ്ടെത്താം. അതിന് വെൽ ഗ്രേഡഡ് ആണോ, ഗ്യാപ്പ് ഗ്രേഡഡ് ആണോ, യൂണിഫോംലി ഗ്രേഡഡ് ആണോ എന്നൊക്കെ നമുക്ക് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ കർവ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിന് വേണ്ടി നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ കർവ് കൺസിഡർ ചെയ്യാം. y ആക്സിസിൽ പെർസെൻറ്റേജ് ഫൈനർ, x ആക്സിസിൽ പാർട്ടിക്കിൾ സൈസ്. പെർസെൻറ്റേജ് ഫൈനർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? 10, 20, 30, 40, 50, 60, 70 ഇങ്ങനെ നമ്മൾ കുറച്ച് വാല്യൂസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുമ്പോൾ 0.001, 0.01, 0.1, 1, 10 എന്ന കുറച്ച് പാർട്ടിക്കിൾ സൈസ്, എക്സ് ആക്സിസിൽ പാർട്ടിക്കിൾ സൈസ്. ഡി എന്ന് റെപ്രസെൻറ്റ്, അതാണ് ഇൻക്രീസിങ് ഓർഡറിൽ എക്സ് ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സീവ് അനാലിസിസ് ചെയ്യും. സീവ് അനാലിസിസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സീവുകളെല്ലാം അട്ടിക്ക് വെച്ചിട്ട് അതിൽ സാമ്പിൾ വെച്ചിട്ട് ഷേക്ക് ചെയ്തിട്ട് ഓരോന്നിൽ എത്ര റിട്ടേൺ ചെയ്യുന്നുണ്ട് നോക്കും. അതിൻ്റെ പെർസെൻറ്റേജ് കാണും, കുമുലേറ്റീവ് പെർസെൻറ്റേജ് കാണും, എന്നിട്ട് പെർസെൻറ്റേജ് ഫൈനർ കാണും. എന്നിട്ട് ആ പെർസെൻറ്റേജ് ഫൈനറും ആ ഒരു സൈസും വെച്ചിട്ട് സീവിൻ്റെ സൈസ് നമ്മൾ യൂസ് ചെയ്യുന്ന സീവ് എന്ന് പറഞ്ഞാൽ 10 mm, അതുപോലെ 4.75 mm, 2 mm അതിനെയൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇത് നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫൈൻ അഗ്രിഗേറ്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് 2 mm ആണ്. അപ്പോൾ ഇത് 1 കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഡിവിഷൻസ്, അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 എന്ന് വരും. അപ്പോൾ 2 mm നമ്മൾ മാർക്ക് ചെയ്യും. 2 mm കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണോ പെർസെൻറ്റേജ് ഫൈനർ കിട്ടിയത് വെച്ച് നമ്മളത് മാർക്ക് ചെയ്യും. അതുപോലെ നെക്സ്റ്റ് സൈസ് 1 mm ആണെങ്കിൽ 1 mm കറസ്പോണ്ടിങ് എത്രയാണ് കിട്ടിയെന്ന് മാർക്ക് ചെയ്യും. അങ്ങനെ എല്ലാം നമ്മൾ മാർക്ക് ചെയ്യും. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നമ്പർ ഓഫ് പോയിൻറ്റ്സ് കിട്ടും. അതിനെ കണക്ട് ചെയ്ത് നമ്മളൊരു കേവ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കേവിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് നമ്മുടെ സോയിൽ മാസ് വെൽ ഗ്രേഡഡ് ആണോ ഗ്യാപ്പ് ഗ്രേഡഡ് ആണോ എന്നൊക്കെ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെയൊരു ഗ്രാഫാണ് കിട്ടിയത് നോക്കുക. വരയ്ക്കുമ്പം ഇങ്ങനൊരു ഷേപ്പാണ് നമുക്ക് കിട്ടിയത്. ഇതിനെ നമ്മൾ പറയുന്നതാണ് ഗ്യാപ്പ് ഗ്രേഡഡ്. ഇതിനെ പറയുന്നതാണ് ഗ്യാപ്പ് ഗ്രേഡഡ്. ഇതിനെ ഗ്യാപ്പ് ഗ്രേഡഡ് എന്ന് പറയാൻ കാരണം ഇവിടെ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂ എടുക്കുക. 0.001 എന്നുള്ള സൈസ്, 0.01 ഈ 0.01 എന്ന സൈസ് എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും ഫൈനർ ആയിട്ടുള്ള പാർട്ടിക്കിൾ നമുക്ക് ഇവിടെ പ്രൊജക്റ്റ് ചെയ്താൽ കിട്ടും. ഏകദേശം ഒരു 5% അതിനേക്കാളും ഫൈനർ ആണെന്ന് മനസ്സിലാവും. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു 0.1 എന്ന് പറഞ്ഞ സൈസ് എടുക്കുക. 0.1 എന്ന് പറഞ്ഞ സൈസ് ഞാൻ എടുത്ത് നോക്കി. എന്നിട്ട് അതിനെ പ്രൊജക്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഏകദേശം ഒരു 30% ഓഫ് പാർട്ടിക്കിളും ആ ഒരു സൈസ് 0.1 എന്ന് പറഞ്ഞ സൈസിനേക്കാളും ഫൈനർ ആണെന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് ഞാനൊരു സൈസ് എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ബിറ്റ്വീൻ 0.1ൻ്റെ ഇടയ്ക്കുള്ള ഒരു 0.2 0.5 അങ്ങനെ എന്തെങ്കിലും ഒരു ബിറ്റ്വീൻ ഒരു ഇതെടുത്തു.
ഈ ഒരു സൈസ് എടുത്ത് നോക്കുന്ന സമയത്തും അതിൻ്റെ ഫൈനർ എന്ന് പറയുന്നത് 30% ആണ്. ആ ഒരു സൈസ് ഇപ്പോൾ ഇവിടെ 0.5 ആയിരിക്കും ഇവിടെ വരിക. ഇത് 0.1 ആണെങ്കിൽ അടുത്തത് 0.2, 0.3, 0.4, 0.5, 0.6, 0.7, 0.8, 0.9, 1. പിന്നെ 1 കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 കഴിഞ്ഞാൽ പിന്നെ 11, 12, 13, 14, 15, 16, 17, 18, 19. പിന്നെ 100 ആണ് വരിക. 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് 20, 30, 40, 50, 60, 70, 80, 90, 100. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക ഓരോന്നും നമ്മൾ മാർക്ക് ചെയ്തേണ്ടത്. അപ്പോൾ ഈ ഒരു 0.5 എടുത്തു കഴിഞ്ഞാൽ 0.5 ഫൈനർ ആയിട്ടുള്ളത് 30% ആണ്. അപ്പോൾ അത് ഈ 0.1 ഫൈനർ ആയിട്ടുള്ളത് 30% ആണ്. 0.5 എടുത്ത് നോക്കുമ്പോഴും അതിനേക്കാളും ഫൈനർ ആയിട്ടുള്ള 30% ആണ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇൻ ബിറ്റ്വീൻ ചില സൈസ് അവിടെ മിസ്സിംഗ് ആണ്. അപ്പോൾ ഈ 0.1നും 0.5നും ഇടയ്ക്കുള്ള പാർട്ടിക്കിൾ അത് അവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ 0.5ന് നിങ്ങളുടെ പെർസെൻറ്റേജ് ഫൈനൽ ആയിട്ടുള്ള കുറച്ചുകൂടെ വാല്യൂ വലുതാവുമായിരുന്നു, കുറച്ചുകൂടെ കൂടുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനത്തെ ഒരു ഹോറിസോണ്ടൽ ആയിട്ടാണ് ഇവിടെ ലൈന് പോയത്. ഇങ്ങനെ ഹോറിസോണ്ടൽ ആയിട്ടാണ് ഇവിടെ ലൈന് പോയത്. ഇനി നമ്മൾ 0.1 എടുത്ത് നോക്കാം. 0.1 എടുത്ത് നോക്കുന്നില്ല, 0.1 അല്ല 1 എടുത്ത് നോക്കാം. 1 എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഫൈനൽ 30 ആണ് കിട്ടിയത്. അതായത് ഇപ്പോൾ ഈ 0.1ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കുള്ള പാർട്ടിക്കിൾ അവിടെ ഇല്ല. ആ പാർട്ടിക്കിൾ അവിടെ മിസ്സിംഗ് ആണ്. കാരണം എന്താ 0.1 ചെറുത് എന്താണ് 30% ആണ്. 1 ചെറുത് എന്താണ് 30%. അപ്പോൾ അതെന്താ ഈ 0.1 ചെറുതായിട്ടുള്ള ആ 30% തന്നെയായിരിക്കുമല്ലോ ഈ 1 ചെറുതായിട്ടുള്ളത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ സൈസ് 0.1ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കുള്ള അവിടെ പാർട്ടിക്കിൾ അവിടെ മിസ്സിംഗ് ആണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഗ്യാപ്പ് ഗ്രേഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേവ് എന്ന് പറഞ്ഞാൽ ഈ കേവ് വിത്ത് എ ഹമ്പ്, ഒരു ഹമ്പ് പോലെയാണ് വന്നത്. ഇവിടെ ഒരു ഹമ്പ് ഉണ്ട്. എ കേവ് വിത്ത് എ ഹമ്പ് അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ പോർഷൻ, അതിനാണ് നമ്മൾ ഗ്യാപ്പ് ഗ്രേഡഡ് അല്ലെങ്കിൽ സ്കിപ്പ് ഗ്രേഡഡ് എന്ന് പറയാം. ഇൻ വിച്ച് സം ഓഫ് ദി ഇൻ്റർമീഡിയറ്റ് സൈസ് പാർട്ടിക്കിൾസ് ആർ മിസ്സിംഗ്. ഇനി നെക്സ്റ്റ് നോക്കുക, ഒരു എസ് കേവ് നമുക്ക് നോക്കാം. ഒരു എസ് ഷേപ്പിൽ നിന്നാണ് നമുക്കൊരു കേവ് കിട്ടുന്നതെങ്കിൽ ഇങ്ങനെ ഒരു കേവാണ് നമുക്ക് കിട്ടുന്നത്, എസ് ഷേപ്പ്. ഇതിനെയാണ് നമ്മൾ വെൽ ഗ്രേഡഡ് എന്ന് പറയുന്നത്. ഇതിന് വെൽ ഗ്രേഡഡ് എന്ന് പറയാൻ കാരണം ഇവിടെ എല്ലാ സൈസിലുള്ള പാർട്ടിക്കിൾസും ഉണ്ടാവും. വലിയ സൈസുള്ള പാർട്ടിക്കിൾ ഉണ്ടാവും, ഇൻ്റർമീഡിയറ്റ് സൈസുള്ള പാർട്ടിക്കിൾ ഉണ്ടാവും, ഇനി വളരെ ചെറിയ പാർട്ടിക്കിൾ ഉണ്ടാവും, എല്ലാ സൈസുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ വെൽ ഗ്രേഡഡ് എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ കോൺക്രീറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വെൽ ഗ്രേഡഡ് ആവുന്ന സമയത്ത് ഈ എല്ലാ വോയിഡ്സും ഈ അഗ്രിഗേറ്റിൻ്റെ ഇടയിലുള്ള ഈ ഒരു സ്റ്റോൺസിൻ്റെ ഇടയിലുള്ള വോയിഡ്സിലേക്ക് ചെറിയ ചെറിയ കല്ലുകൾ ഇറങ്ങി നിന്ന് വളരെ നന്നായിട്ട് ഡെൻസിലി പാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സോയിൽ സാമ്പിൾ വെൽ ഗ്രേഡഡ് ആണ്, അതിൽ എല്ലാ സൈസിലുള്ള പാർട്ടിക്കിൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ചിലപ്പോൾ ഉണ്ടാവും ഇങ്ങനെ സ്റ്റീപ്പായിട്ടുള്ള കേവ് കിട്ടും, ഇങ്ങനെ സ്റ്റീപ്പായിട്ടുള്ള കേവ്. അതിനെയാണ് നമ്മൾ യൂണിഫോമിലി ഗ്രേഡഡ് എന്ന് പറയുന്നത്. യൂണിഫോമിലി ഗ്രേഡഡ്. ഇത് യൂണിഫോമിലി ഗ്രേഡഡ് എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സൈസ് ഇപ്പോൾ 0.01 കഴിഞ്ഞിട്ട് ഈ ഒരു സൈസ്, ഇപ്പോൾ ഈ ഒരു സൈസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എല്ലാ പെർസെൻറ്റേജ്. അപ്പോൾ 70% പാർട്ടിക്കിളും ഈ ഒരു സൈസിനെക്കാളും ലെസ്സറാണ്. അതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഭൂരിഭാഗം എന്താ ഒറ്റ സൈസ്, ഒരു പെർട്ടിക്കുലർ സൈസ് മാത്രമേ അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് യൂണിഫോമിലി ഗ്രേഡഡ്. എല്ലാ പാർട്ടിക്കിളും ഒരേ സൈസാണ്. അതാണ് അപ്പോൾ ഈ ഒരു കറസ്പോണ്ടിങ് ഈ ഒരു സൈസ് എത്രയാണ്, ഇതിപ്പോൾ 0.01 ആണെങ്കിൽ നെക്സ്റ്റ് 0.02 വരും, 0.03, 0.04, 0.05, 0.06, ഇത് 0.06. 0.06 ചെറുതാണ് എത്ര 100% പാർട്ടിക്കിൾ. അപ്പോൾ അവിടെ എന്താ ഒരു യൂണിഫോമിലി ഗ്രേഡഡ് ആണ്. ഒരു പെർട്ടിക്കുലർ സൈസുള്ള മാത്രം പാർട്ടിക്കിൾസ് ആണ് അവിടെ ഉള്ളത്. അതിനാണ് യൂണിഫോമിലി ഗ്രേഡഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കേവ് നമുക്ക് ഈ സോയിൽ കോസ് ഗ്രൈൻഡ് ആണോ ഫൈൻ ഗ്രൈൻഡ് ആണോ എന്നും കൂടി പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു എന്താ പറയുക ഡിസ്ട്രിബ്യൂഷൻ കേവിൽ അപ്സൈഡ് ലെഫ്റ്റിൽ അപ്സൈഡ് ആയിട്ടാണ് നമ്മൾ കേവ് നിൽക്കുന്നത് നോക്കുക. മുകളിലായിട്ട് ഇങ്ങനെയാണ് നമ്മൾ കേവ് നിൽക്കുന്നതെങ്കിൽ ഇത് ഫൈൻ ഗ്രൈൻഡ് സോയിലിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ആ സോയിൽ സാമ്പിൾ ഫൈൻ ഗ്രൈൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇൻ കേസ് അത് റൈറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ വളരെ റൈറ്റിലേക്ക് എന്ന് പറഞ്ഞാൽ വലിയ വലിയ സൈസുള്ളതാണ് റൈറ്റിലേക്ക് ഉണ്ടാവുക. അപ്പോൾ വലിയ വലിയ സൈസാണ് അതിലുണ്ടെങ്കിൽ അതെന്ത് മനസ്സിലാക്കാം, കോസ് ഗ്രൈൻഡ് ആണ്. കോസ് ഗ്രൈൻഡ് ആണ്. അപ്പോൾ ഇത് ലെഫ്റ്റിലാണോ റൈറ്റിലാണോ നോക്കിയാൽ നമുക്ക് ഫൈൻ ഗ്രൈൻഡ് കോസ് ഗ്രൈൻഡ് എന്നും കൂടി ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ കേവ് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കേവ് സിറ്റുവേറ്റഡ് ടു ദി റൈറ്റ് ഇൻഡിക്കേറ്റ് കോസ് ഗ്രൈൻഡ് സോയിൽ. കേവ് സിറ്റുവേറ്റഡ് അപ്പ് ടു ദി ലെഫ്റ്റ് ഇൻഡിക്കേറ്റ്സ് റിലേറ്റീവ്ലി ഫൈൻ ഗ്രെയിൻ സോയിൽ. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ, പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂഷൻ കേവ് എന്ന് പറയുന്നത്.
ഇനി പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂഷൻ കർവ്ന്ന് നമ്മൾ രണ്ട് ഒരു കോഎഫിഷ്യൻറ്റ് പറയുന്നുണ്ട്. ഒന്ന് യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റും ഒന്ന് കോഎഫിഷ്യൻറ്റ് ഓഫ് കർവേച്ചറും. പക്ഷെ നമുക്ക് യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് നോക്കാം. യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ D60/D10 ആണ് അതിൻ്റെ ഇക്വേഷൻ. യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് എന്താ എക്സ്പ്രസ് എന്ന് വെച്ചാൽ യൂണിഫോമിറ്റി ഓഫ് ദ സോയിൽ, എത്രത്തോളം യൂണിഫോം ആണ്. ഒരു പെർട്ടിക്കുലർ സൈസ് മാത്രമാണെങ്കിൽ അതെന്താ യൂണിഫോം സോയിൽ ആണെന്ന് പറയാം. വെൽ ഗ്രേഡഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പും ഉണ്ട്. അപ്പോൾ ഒരു യൂണിഫോമിറ്റി ഓഫ് സോയിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ കോഎഫിഷ്യൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് D60/D10 എന്ന് പറയുന്നത്. ഇനി ഇതിൽ D60 എന്താ D10 എന്താണെന്ന് നോക്കാം. അപ്പോൾ D60 എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ സൈസാണ്. D60 എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ സൈസാണ് സച്ച് ദാറ്റ് 60% ഓഫ് ദ സോയിൽ ഈസ് ഫൈനർ ദാൻ ദിസ് വാല്യൂ. അപ്പോൾ D60 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പാർട്ടിക്കിൾ സൈസ് സച്ച് ദാറ്റ് 60% of the soil is finer than this size. അതെന്താ ഉദ്ദേശിക്കുന്നത് നോക്കാം. D60 എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളിൻ്റെ സൈസാണ്. ഈ എക്സ് ആക്സിസിലല്ലേ പാർട്ടിക്കിൾ സൈസ്. അപ്പോൾ ഈ എക്സ് ആക്സിൽ കുറേ പാർട്ടിക്കിൾ സൈസ് ഉണ്ട്. ഏതോ ഒരു പെർട്ടിക്കുലർ പാർട്ടിക്കിൾ സൈസാണത്. ആ സൈസ് എടുത്ത് നോക്കിയാൽ 60% ഓഫ് പാർട്ടിക്കിളും അതിനേക്കാളും ഫൈനറാണ്. അതിന് വേണ്ടി പാർട്ടിക്കിൾ സൈസിന് കേവ് നമുക്ക് ഒന്നുകൂടെ വരയ്ക്കാം. ഇവിടെ പാർട്ടിക്കിൾ സൈസ് ഉണ്ടാവും, ഇവിടെ പെർസെൻറ്റേജ് ഫൈനർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടിയത് നമ്മളിപ്പോൾ നമ്മളെ പെർട്ടിക്കുലർ സോയിൽ സാമ്പിൾ വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് നമ്മുടെ ഗ്രാഫ് കിട്ടിയെന്ന് വരിക. ഇനി നമുക്ക് D60 ആണ് കാണേണ്ടത്. D60 എന്ന് പറഞ്ഞാൽ 60% ഓഫ് പാർട്ടിക്കിളും ആ ഒരു സൈസിനേക്കാളും കുറവായിരിക്കണം. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഫൈനർ 10 ഉണ്ട്, 20 ഉണ്ട്, 30 ഉണ്ട്, 40 ഉണ്ട്, 50 ഉണ്ട്, 60 ഉണ്ട്. അപ്പോൾ നമുക്ക് 60% പാർട്ടിക്കിളും ആ ഒരു പെർട്ടിക്കുലർ സൈസിനേക്കാളും കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 60%ന് കറസ്പോണ്ടിങ് നോക്കാം. 60% എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവിടെയാണ് ടച്ച് ചെയ്യുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർട്ടിക്കിൾ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഇവിടെ നമുക്കൊരു വാല്യൂ കിട്ടും. ഈ വാല്യൂ എത്രയാണ്? ഇപ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ ഇത് A ആണെങ്കിൽ A എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിൾ സൈസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നല്ല സോയിൽ സാമ്പിളിനെ നമ്മൾ കളക്ട് ചെയ്ത സോയിൽ സാമ്പിളിനെ A എന്ന് പറഞ്ഞ സേവിലൂടെ നമ്മൾ സേവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 60% ഓഫ് പാർട്ടിക്കിളും അതിനേക്കാളും കുറവായിരിക്കും. അതാണ് D60 എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി D10 എന്ന് പറഞ്ഞാൽ എന്താണ്? സിമിലർലി D10 എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ സൈസ് സച്ച് ദാറ്റ് 10% ഓഫ് ദ സോയിൽ ഈസ് ഫൈനർ ദാൻ ദിസ് സൈസ്. അപ്പോൾ നമ്മൾ 10%, അപ്പോൾ ഇതിനെ 10 ഇതിനെങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യും, ഇതിന് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ നമുക്ക് B എന്ന് പറഞ്ഞൊരു സൈസ് കിട്ടും. അപ്പോൾ ഈ B എന്ന് പറഞ്ഞൊരു സൈസ് എടുത്താൽ ഒരു സീവ് എടുത്തു കഴിഞ്ഞാൽ 10% പാർട്ടിക്കിളും അതിനേക്കാളും കുറവായിരിക്കും. ഇനി ഇവിടെ വേറൊരു വാല്യൂ ഉണ്ട് നോക്കാം. ഇത് C എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിൾ സൈസ് ഉണ്ട്. അപ്പോൾ ഈ C എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ സൈസിലൂടെ ഞാൻ അതിൻ്റെ പെർസെൻറ്റേജ് ഫൈനർ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ഫൈനർ കിട്ടുന്നത് 30 ആണ്. അങ്ങനെയാണെങ്കിൽ C എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? C എന്ന് പറഞ്ഞാൽ D30 എന്ന് പറയാം നമുക്ക്. C എന്ന് പറഞ്ഞ സൈസ് എന്ന് പറഞ്ഞാൽ D30 ആണ്. അതായത് 30% ഓഫ് പാർട്ടിക്കിളും ആ C എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ സൈസിനേക്കാളും ചെറുതാണ്. അപ്പോൾ A എന്ന് പറഞ്ഞാൽ D10 ആണ്, A എന്ന് പറഞ്ഞാൽ D60 ആണ്, B എന്ന് പറഞ്ഞാൽ D10 ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. D60 അല്ലെങ്കിൽ D30 അല്ലെങ്കിൽ D10 എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ സൈസാണ് സച്ച് ദാറ്റ് 60% ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഫൈനർ ദാൻ ദി സൈസ്. അങ്ങനെയാകുമ്പോൾ D60യും 10% ഓഫ് പാർട്ടിക്കിൾ ഈസ് ഫൈനർ ദാൻ ദി സൈസ് എന്ന് പറഞ്ഞാൽ D10 ആണ്. 30% ഓഫ് പാർട്ടിക്കിൾ ഈസ് ഫൈനർ ദാൻ ദിസ് എന്ന് പറഞ്ഞാൽ D30 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ D10 പറയുന്ന വേറൊരു പേരാണ് ഇഫക്റ്റീവ് സൈസ്.
ഇഫക്റ്റീവ് സൈസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം D10 ആണ്. അപ്പോൾ ഇഫക്റ്റീവ് സൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇഫക്റ്റീവ് സൈസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇഫക്റ്റീവ് ആ ഒരു സൈസ്, ആ ഒരു പെർട്ടിക്കുലർ, അപ്പോൾ ഓരോ സോയിൽ സാമ്പിൾ ഈ D10 എന്ന് പറഞ്ഞ വാല്യൂ, ഇഫക്റ്റീവ് സൈസ് എന്ന് പറയുന്നത് വേറെ വേറെ ആയിരിക്കും വരിക. അത് നമ്മൾ എടുക്കുന്ന സോയിൽ സാമ്പിളിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോയിൽ സാമ്പിളിനെ വെച്ചിട്ട് നമ്മൾ ഈ കേവ് വരച്ചിട്ട് നമ്മളത് കണ്ടെത്തുന്നത്. അപ്പോൾ ഇഫക്റ്റീവ് സൈസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സോയിൽ സാമ്പിളിൻ്റെ ഇഫക്റ്റീവ് സൈസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. ആ പെർട്ടിക്കുലർ വാല്യൂ കളക്ട് ചെയ്ത് അതിലൂടെ നമ്മൾ ഈ നമ്മുടെ സോയിൽ സാമ്പിളിനെ അരിച്ച് നോക്കിക്കഴിഞ്ഞാൽ 10% പാർട്ടിക്കിളും ആ ഒരു സൈസിനേക്കാളും ചെറുതായിരിക്കും. അതാണ് ഇഫക്റ്റീവ് സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് D60 എന്താ D30 എന്താണെന്നൊക്കെ നമുക്ക് ഈ ഗ്രാഫിന് എങ്ങനെ കണ്ടെത്തുമെന്ന് മനസ്സിലായി. ഇനി നമുക്ക് CU കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? CU എന്ന് പറഞ്ഞാൽ D60ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ആണ് സൈസ് കിട്ടിയെന്ന് നോക്കുക. അതുപോലെ D10ന് കറസ്പോണ്ടിങ് ആണ് എത്രയാണോ സൈസ് കിട്ടിയെന്ന് നോക്കിയാൽ തമ്മിൽ റേഷ്യോ ആണ് CU എന്ന് പറഞ്ഞാൽ. ഇനി ഈ CU വാല്യൂ നമുക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് <2 ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് യൂണിഫോം സോയിലാണ്. ഇനി CUവിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് റേഞ്ച് ഓഫ് പാർട്ടിക്കിൾസും കൂടും. അതിൽ എല്ലാ ടൈപ്പ് സോയിലും വരാൻ തുടങ്ങും. CU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു നിന്നാലാണ് യൂണിഫോം ആവുക. CUവിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ അത് എല്ലാ ടൈപ്പ് സോയിലും അത് അടങ്ങിയിരിക്കും. അപ്പോൾ അത് ഗ്രേഡ് നല്ല ഗ്രേഡായി മാറും, വെൽ ഗ്രേഡഡ് സോയിൽ ആയിക്കൊണ്ട് മാറും. അപ്പോൾ CUവിൻ്റെ വാല്യൂ >4 ആണെങ്കിൽ നമുക്കതിനെ വെൽ ഗ്രേഡഡ് ഗ്രാവൽ എന്ന് പറയാം. അതുപോലെ CUവിൻ്റെ വാല്യൂ <6 ആണെങ്കിൽ അതിനെ വെൽ ഗ്രേഡഡ് സാൻഡ് ആയിരിക്കും, വെൽ ഗ്രേഡഡ് സാൻഡ്. പിന്നെ അതുപോലെ തന്നെ ഷേപ്പ് ഓഫ് പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂഷൻ കേർവ് ഡിസ്ക്രൈബ്ഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് കർവേച്ചർ. ഈ പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂഷൻ കേർവ് നമ്മൾ നേരത്തെ പറഞ്ഞ ഷേപ്പ്, ഗ്യാപ്പ് ഗ്രേഡഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റീപ്പായിട്ടുള്ള, അങ്ങനെ അതിൻ്റെ ഷേപ്പ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കർവേച്ചർ. ഷേപ്പ് ഓഫ് particle distribution curve is described by coefficient of curvature CC എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. CCൻ്റെ ഇക്വേഷൻ D30 സ്ക്വയർ ഡിവൈഡ് ബൈ D60 ഇൻറ്റു D10. D30 എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ സൈസ് അല്ലെ, പെർട്ടിക്കുലർ പാർട്ടിക്കിൾ സൈസ് സച്ച് ദാറ്റ് 30% ഓഫ് പാർട്ടിക്കിൾ ഈസ് ഫൈനർ ദാൻ ദിസ് സൈസ്. അതാണ് D30 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെൽ ഗ്രേഡഡ് സോയിലാണെങ്കിൽ, നല്ല വെൽ ഗ്രേഡഡ് സോയിലാണെങ്കിൽ നമ്മുടെ ഈ CCൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 1 and 3 ആയിരിക്കും. CC ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 1 and 3 ആയിരിക്കും CCൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഗ്യാപ്പ് ഗ്രേഡഡ് സോയിൽ ആണെങ്കിൽ നമുക്കത് കോഎഫിഷ്യൻ്റ് ഓഫ് CU മാത്രം പോരാ, CCയും കൂടി വേണം. Gap graded soil cannot be detected by CU only. Value of CC is also required. Next, uses of particle size distribution curve ആണ്. അപ്പോൾ uses of particle size distribution curve എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോസ് ഗ്രെയിൻ സോയിലിൻ്റെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി, നമ്മൾ പറഞ്ഞ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടിയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ പെർമിയബിലിറ്റിനെ പറ്റിയുള്ള റഫ് ഐഡിയ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ ഒരു പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ നിന്ന് കിട്ടും. അതായത് കൂടുതൽ ഗ്രാവൽ ആയിട്ടുള്ള, കുറച്ച് ലാർജ് സൈസുള്ള കോസ്റ്റ് ഗ്രൈൻഡ് ആയിട്ടുള്ള സോയിൽ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള വോയിഡ്സും എന്തായിരിക്കും? കൂടും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളത്തിന് ഒഴുകി പോകാനുള്ള കപ്പാസിറ്റി എന്ത് ചെയ്യും? കൂടും. പെർമിയബിലിറ്റിയും അപ്പം കൂടും. അപ്പോൾ ഈ പെർമിയബിലിറ്റിനെ പറ്റിയുള്ള റഫ് ഐഡിയ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ ഒരു പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂഷൻ കർവ് നിന്ന് കിട്ടും. അപ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഫ്രം പാർട്ടിക്കിൾ സൈസ്. പിന്നെ അതുപോലെ തന്നെ ഈ പാർട്ടിക്കിൾ സൈസ് നമുക്ക് ഫ്രോസ്റ്റ് ആക്ഷനുള്ള സാധ്യതകളൊക്കെ നോക്കാൻ വേണ്ടി നമുക്ക് ഈ പാർട്ടിക്കിൾ സൈസ് യൂസ് ചെയ്യാൻ പറ്റും. ഫ്രോസ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സോയിൽ ഉണ്ടാവില്ല, അപ്പോൾ ഈ സോയിൽ ഇങ്ങനെ അടിക്കടിക്ക് വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചില ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ വെള്ളം പോയി നിന്ന് അത് എന്തായും തണുക്കുമ്പോൾ അത് ഐസായി മാറും. അതിനെയാണ് ഫ്രോസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ചാൻസ് ഒക്കെ നമുക്ക് ഈ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നമ്മൾ ഡ്രെയിനേജ് ഒക്കെ ഉണ്ടാക്കും, ഡ്രെയിനേജ് ഫിൽറ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ കംപ്രസിബിലിറ്റിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് നോക്കാൻ പറ്റും, യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സോയിലിൻ്റെ എന്താ പറയുക, ഏജ്, സോയിൽ ഡെപ്പോസിറ്റിൻ്റെ ഏജ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് യൂസ് ചെയ്യാം. കാരണം അതാണെങ്കിൽ നല്ല ഏജുള്ള സോയിലാണെങ്കിൽ അത് കൂടുതൽ എന്തായിരിക്കും? പൊടിഞ്ഞ് ഫൈനായിട്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കർവിൽ നിന്ന് നമുക്കതിൻ്റെ ഏജ് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും.
പിന്നെ മോഡ് ഓഫ് ഡെപ്പോസിഷൻ ഓഫ് സോയിൽ എങ്ങനെയാണെന്ന്, ഏത് രീതിയിലാണ് ഇത് ഡെപ്പോസിറ്റ് ചെയ്തത്, ഇപ്പോൾ വിൻഡ് പ്രകാരമാണോ, അങ്ങനെ എങ്ങനെയാണ് അത് ഡെപ്പോസിറ്റ് ചെയ്തതെന്ന് നമുക്കത് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കുറേ ഉപയോഗങ്ങളുണ്ട് ഈ പാർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ കർവ് കൊണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ള ഒരു ടേം എന്ന് പറയുന്നത് റിലേറ്റീവ് ഡെൻസിറ്റിയാണ്. റിലേറ്റീവ് ഡെൻസിറ്റി. ഇപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഗ്രിഗേറ്റ് പ്രോപ്പർട്ടി ഓഫ് കൊഹിഷൻലെസ് സോയിൽ. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് കൊഹിഷൻലെസ് സോയിലാണ്. കൊഹിഷൻലെസ് സോയിൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, സാൻഡ് പോലുള്ള സോയിലാണ് കൊഹിഷൻലെസ് സോയിൽ എന്ന് പറയുന്നത്. അപ്പം എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് എ കൊഹിഷൻലെസ് സോയിൽ ഡിപ്പെൻഡ്സ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് ഓൺ ദി റിലേറ്റീവ് ഡെൻസിറ്റി ഓർ ഡെൻസിറ്റി ഇൻഡെക്സ്. ഇതിന് റിലേറ്റീവ് ഡെൻസിറ്റി എന്നും പറയും, അല്ലെങ്കിൽ ഡെൻസിറ്റി ഇൻഡെക്സ് എന്നും പറയും. ഡെൻസിറ്റി ഇൻഡെക്സ് എന്നും പറയും. ഇപ്പോൾ ഡെൻസിറ്റി ഇൻഡെക്സ് ആണെങ്കിൽ അതിന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഐഡിയ ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി ആണെങ്കിൽ DR എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഇപ്പോൾ രണ്ട് സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിൻ്റെ കൊഹിഷൻലെസ് സോയിലിൻ്റെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസൊക്കെ ഈ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു റിലേറ്റീവ് ഡെൻസിറ്റിനെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ എക്സ്പ്രഷൻ എഴുതി നോക്കാം. ID ഓർ DR എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് E max മൈനസ് E ഡിവൈഡഡ് ബൈ E max മൈനസ് E minimum ഇൻറ്റു 100. അപ്പോൾ ഇത് E max എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മാക്സിമം വോയിഡ് റേഷ്യോ, മാക്സിമം അതിലുണ്ടാകുന്ന വോയിഡ് റേഷ്യോ. അതായത് നമ്മൾ അവിടെ ആ സാൻഡ് പാർട്ടിക്കിൾസിനെ ലൂസായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യാണ്. തീരെ എന്താ പറയുക കോമ്പാക്റ്റ് ഒന്നും ചെയ്യേണ്ട, വളരെ ലൂസായിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ മാക്സിമം അതിനുള്ളിൽ വോയിഡ്സ് ഒക്കെ ഉണ്ടാവും. അതാണ് അപ്പം അങ്ങനെയുള്ള ലൂസസ്റ്റ് സ്റ്റേറ്റ് ആകുമ്പോഴാണ് അവിടെ നിന്ന് വോയിഡ് റേഷ്യോ. അതാണ് ഈ മാക്സിമം എന്ന് പറയുന്നത്. E എന്ന് പറഞ്ഞാൽ നോർമൽ സ്റ്റേറ്റിൽ നോർമലായിട്ട് അതിന് എത്രയാണോ വോയിഡ് റേഷ്യോ ഉണ്ടാകുന്നത്, അതാണ് E എന്ന് പറയുന്നത്. ഈ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാൻഡിനെ മാക്സിമം കോമ്പാക്ട് ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അതിന് ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വോയിഡ് റേഷ്യോ നമുക്കൊരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് കിട്ടുന്ന ഏറ്റവും മിനിമം വോയിഡ് റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ മിനിമം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ഈ ID എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു വോയിഡ് റേഷ്യോന് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ലൂസ് ആവുന്ന സമയത്ത് എന്തായാലും വോയിഡ് റേഷ്യോ കൂടുതലും, ഡെൻസ് ആവുന്ന സമയത്ത് വോയിഡ് റേഷ്യോ കുറവുമാണെന്ന് പറയാം. അപ്പോൾ ഈ വോയിഡ് റേഷ്യോ തന്നെ പോരെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ പോരാ, എന്താ വെച്ചാൽ ഈ വോയിഡ് റേഷ്യോനും കൂടി കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്, റിലേറ്റീവ് ഡെൻസിറ്റിയാണ്. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സോയിൽ ഗീവ്സ് എ മോർ ക്ലിയർ ഐഡിയ ഓഫ് ഡെൻസ്നെസ് ദാൻ ഡസ് ദി വോയിഡ് റേഷ്യോ. ഒരു വോയിഡ് റേഷ്യോ തരുന്നതിനെക്കാട്ടും അതിൻ്റെ ഒരു ഡെൻസ്നെസ്സിനെ പറ്റിയിട്ട്, അതിൻ്റെ ഡെൻസിറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ റിലേറ്റീവ് ഡെൻസിറ്റിയാണ് തരിക. ഈ രണ്ട് ടൈപ്പ് ഓഫ് സോയിൽ ഉണ്ടെന്ന് വയ്ക്കാം. ആ ടൈപ്പ് സോയിലിന് വോയിഡ് റേഷ്യോ സെയിം ആണ്, പക്ഷേ എങ്ങനെ അതിൻ്റെ എൻറ്റയർലി ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് ഡെൻസ്നെസ് ആയിരിക്കും. വോയിഡ് റേഷ്യോ സെയിം ആയതുകൊണ്ട് മാത്രം അത് രണ്ടും നല്ല ഡെൻസ് ആണെന്ന് നമുക്ക് പറയാം, അതിൻ്റെ ഡെൻസിറ്റി സെയിം ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത് എൻറ്റയർലി ഡിഫറെൻറ്റ് ഡെൻസ്നെസ് ആയിരിക്കും. പക്ഷേ രണ്ട് ടൈപ്പ് ഓഫ് സോയിൽ ഉണ്ട്. അതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി ഏകദേശം സെയിം ആണെങ്കിൽ അതിൻ്റെ ഡെൻസ്നെസ് ഏകദേശം സിമിലർ ആയിരിക്കും. ഒരു ഐഡൻറ്റിക്കൽ മാനറിലായിരിക്കും അതിൻ്റെ ഒരു ബിഹേവിയർ ഉണ്ടാകുന്നത്. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സോയിൽ ഇൻഡിക്കേറ്റ്സ് ഹൗ ഇറ്റ് വുഡ് ബിഹേവ് അണ്ടർ ലോഡ്സ്. ഇഫ് ദി deposit is dense, it can take heavy load without little settlement. ഈ റിലേറ്റീവ് ഡെൻസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരു സോയിലിൻ്റെ ബിഹേവിയർ അണ്ടർ ലോഡ്സ്, ഒരു ലോഡ് വരുന്ന സമയത്ത് സോയിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ റിലേറ്റീവ് ഡെൻസിറ്റിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ, റിലേറ്റീവ് ഡെൻസിറ്റിൻ്റെ വാല്യൂ വളരെ വലുതാണെങ്കിൽ ഹൈലി ഡെൻസ്ഡ് സോയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വെരി ഡെൻസ് ആണ് ആ സോയിൽ ടൈപ്പ് എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ അതിലേക്കൊരു ലോഡ് വന്നു കഴിഞ്ഞാൽ അതിന് വലിയ എഫക്റ്റ് ഒന്നും വരാൻ പോകുന്നില്ല, അതിൻ്റെ സെറ്റിൽമെൻറ്റ് എന്തായിരിക്കും വളരെ കുറവായിരിക്കും. ഇനി റിലേറ്റീവ് ഡെൻസിറ്റി വളരെ കുറവാണ്, ചെറിയൊരു റിലേറ്റീവ് ഡെൻസിറ്റിയേ ഉള്ളൂ, അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ അത് ലൂസ് സ്റ്റേറ്റ് ആണ്, വെരി ലൂസ് സ്റ്റേറ്റിലാണ് അതിൻ്റെ സോയിൽ പാർട്ടിക്കിളൊക്കെ അറേഞ്ച് ചെയ്തത്. അതായത് അതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ വോയിഡ്സ് ഉണ്ട്. അപ്പോൾ ഒരു ലോഡ് വരികയാണെങ്കിൽ അതിന് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് സെറ്റിൽമെൻറ്റ് ഉണ്ട്. അങ്ങനെ ഒരു ലോഡ് അണ്ടർ ലോഡ്സ് ഈ സോയിലിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ റിലേറ്റീവ് ഡെൻസിറ്റി യൂസ് ചെയ്യാൻ പറ്റും. ഇനി റിലേറ്റീവ് ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നോക്കാം. ഡെൻസിറ്റി ക്ലാസിഫിക്കേഷനാണ്. ഇപ്പോൾ ഡെൻസ്നെസ്, അതുപോലെ തന്നെ റിലേറ്റീവ് ഡെൻസിറ്റി ഇൻ പെർസെൻറ്റേജ്. വെരി ലൂസ്, ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വെരി ലൂസ്, സോയിൽ എന്ന് പറഞ്ഞാൽ വെരി ലൂസാണ്. വെരി ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേറ്റീവ് ഡെൻസിറ്റിൻ്റെ വാല്യൂ കിട്ടുന്നത് നമുക്ക് less than 15 ആയിരിക്കും.
ഇനി ലൂസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടുന്നത് ഒരു 15 to 30 റേഞ്ചിലായിരിക്കും. ഇനി മീഡിയം ആണെങ്കിൽ അതിൻ്റെ വാല്യൂ കിട്ടുന്നത് ഒരു 35 to 65 ആയിരിക്കും. ഇനി ഡെൻസ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ ഒരു 65 to 85 ആയിരിക്കും. ഇനി വെരി ഡെൻസ് ആണെങ്കിൽ 85 to 100 ആയിരിക്കും. അതായത് ഈ റിലേറ്റീവ് ഡെൻസിറ്റിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഡെൻസ്നെസ്സും എന്താണ് കൂടി വരികയാണ്. അത് നമ്മൾ ഈ ഫിഗർ നോക്കിയാൽ തന്നെ ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു സോയിലിൻ്റെ ഇ മാക്സും ഇ മിനിമം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിനൊരു വ്യത്യാസം വരില്ല. ഇ മാക്സും ഇ മിനിമം എന്ന് പറഞ്ഞത് ഒരു വ്യത്യാസമില്ല. ന്യൂമറേറ്ററിലാണ് മാറ്റം വരിക. ഇ മാക്സ് മൈനസ് ഇ എന്ന് വരും. ഇ മാക്സ് മൈനസ് ഇ എന്ന് പറഞ്ഞാൽ എന്താ? ഇ എന്ന് പറഞ്ഞാൽ നോർമൽ സ്റ്റേറ്റ്. അപ്പോൾ നോർമലായിട്ടുള്ള അതിൻ്റെ സെയിം സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സമയത്ത് അത് നല്ല ഡെൻസ് ആണെങ്കിൽ ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും അല്ലേ? ഇ എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് തന്നെ ഡിനോമിനേറ്റർ കൂടും. അപ്പോൾ എന്താ? ഐ ഡി വാല്യൂ കൂടും. അപ്പോൾ ഡെൻസ് ആവുന്നതിനനുസരിച്ച് ഐ ഡി വാല്യൂ കൂടി വരും. ഇനി നമ്മൾ നോർമൽ ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലൂസ് ആയിട്ടുള്ള ഒരു സോയിലാണെന്ന് വിളിക്കാം, വളരെ ലൂസ് ആയിട്ടുള്ള. അങ്ങനെയാണെങ്കിൽ ഇ എന്ന വാല്യൂ എന്തായിരിക്കും? ഇൻ്റെ വാല്യൂ സ്വാഭാവികമായിട്ടും കൂടും. ഇൻ്റെ വാല്യൂ സ്വാഭാവികമായിട്ട് കൂടുമ്പോൾ ഈ ഡിനോമിനേറ്റർ എന്ത് വരും? കുറഞ്ഞു വരും. ന്യൂമറേറ്റർ എന്താവും? മൊത്തത്തിൽ കുറയും. അതുകൊണ്ട് തന്നെ ഐ ഡി വാല്യൂ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ലൂസസ്റ്റ് സ്റ്റേറ്റിൽ ഐ ഡി വാല്യൂ കുറയും. ഡെൻസ് ആകുന്നതിനനുസരിച്ച് ഐ ഡി വാല്യൂ കൂടി വരും. അതനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മളിപ്പം കണ്ടത്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. റിലേറ്റീവ് ഡെൻസിറ്റിൻ്റെ ഒരു എക്സ്പ്രഷൻ നമ്മൾ കണ്ട്. ഇനി ഡെൻസിറ്റിൻ്റെ ബേസിൽ ഇതിൻ്റെ ഒരു എക്സ്പ്രഷനും കൂടി നമുക്ക് ഡിറൈവ് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ നമുക്ക് ഈ മിനിമത്തിൻ്റെ ഒരു കേസ് ഞാനിവിടെ വരയ്ക്കാം. ആദ്യം ഞാനൊരു നോർമൽ ആയിട്ടുള്ള ഒരു സോയിൽ വരയ്ക്കാം. നമ്മൾ ആ സോയിലിനെ ഡയറക്റ്റ് എടുത്ത് ഒരു സോയിൽ സാമ്പിളിനെ ഡയറക്റ്റ് എടുത്തപ്പം അതിൻ്റെ ഇത്ര ഭാഗത്ത് സോളിഡ് ഉണ്ട്, ബാക്കിയുള്ള ഭാഗത്ത് എയറും വാട്ടറും എല്ലാം കൂടിയായിട്ട് ഇത്രയും ഭാഗത്ത് ആരുണ്ട്? വോയിഡ് ഉണ്ട്, ഇ ഉണ്ട്. അപ്പോൾ ഇതാണ് നോർമൽ സ്റ്റേറ്റ്, നോർമലാണ്. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റിനെ ഞാൻ റോ എന്നും റെപ്രസെൻ്റ് ചെയ്തു. ഇത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിനെ നന്നായി ഒന്ന് ഡെൻസ് ചെയ്തിട്ട് നല്ല എന്താ പറയുക ലോഡൊക്കെ അപ്ലൈ ചെയ്തിട്ട് മാക്സിമം ഇതിനെ കോമ്പാക്ട് ചെയ്തു. അപ്പോഴും ഈ സോളിഡ്സിൻ്റെ ഇതിനൊരു മാറ്റം വരില്ല, സോളിഡ്സിൻ്റെ വോളിയത്തിനൊരു മാറ്റം വരില്ല. അപ്പോൾ എന്ത് നന്നായി കോമ്പാക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ വോളിയം എന്ത് ചെയ്ത് ഇതിൻ്റെ എന്താ പറയുക വോയിഡ് റേഷ്യോ എന്ത് ചെയ്ത് കുറഞ്ഞു വന്ന് ഈ മിനിമമായി മാക്സിമം കുറയ്ക്കാൻ പറ്റാവുന്നതാണ് നമ്മൾ കുറച്ച്. ഇനി അതുപോലെ തന്നെ ഞാൻ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഡെൻസസ്റ്റ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ അവിടെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. കാരണം മാക്സിമം നമ്മൾ ഇതിൻ്റെ വോളിയം കുറച്ച് വെച്ചു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെ ഒന്ന് ലൂസായിട്ട് പാക്ക് ചെയ്തു, പറ്റാവുന്ന മാത്രം ലൂസായിട്ട്, നോർമലിനെക്കാട്ടും ലൂസായിട്ട് നമ്മളിതിനെ പാക്ക് ചെയ്തു. അപ്പോഴും നമുക്ക് അവിടെ നിന്നുണ്ടാകും സോളിഡ്സിൻ്റെ എമൗണ്ടിനൊന്നും മാറ്റം ഉണ്ടാവില്ല, സോളിഡ്സിൻ്റെ വോളിയം എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കുമല്ലോ. പക്ഷേ ഇ എന്ന് പറയുന്നത് എന്തായി? കൂടി. ഇ എന്നുള്ളത് ഈ മാക്സിമം ഇ. അപ്പോൾ ഇതാണ് ലൂസസ്റ്റ് സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെയുള്ള ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റോ മിനിമം ആയിരിക്കും. കാരണം എന്താ? വോളിയം അങ്ങോട്ട് വല്ലാണ്ട് കൂടി, അപ്പോൾ ഡെൻസിറ്റി എന്തായത്? വളരെ കുറഞ്ഞു, റോ മിനിമമായി. ഇനി നമുക്കിതിനൊരു എക്സ്പ്രഷൻ കാണാം. നമുക്കറിയാം റോ ഡീൻ്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാം. റോ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? G gamma W divided by 1 plus C. ഇക്വേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്, കഴിഞ്ഞ മൊഡ്യൂളിൽ. റോൻ്റെ ജനറലായിട്ട് റോൻ്റെ ഇക്വേഷൻ G പ്ലസ് ഇ എസ് ഇവിടെ റോ ഡബ്ല്യു എന്ന് എഴുതണേ, റോ ഡബ്ല്യു ഇൻറ്റു 1 പ്ലസ് ഇ. ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഈ ഡ്രൈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു 0. സോ G റോ ഡബ്ല്യു ഡിവൈഡ് ബൈ 1 പ്ലസ് ഇ എന്ന് നമ്മളെ ഇക്വേഷൻ കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് ഇക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാം. ഇ എന്ന് പറഞ്ഞാൽ G റോ ഡബ്ല്യു റോ ഡി മൈനസ് 1 എന്ന് എഴുതാമല്ലോ. നമുക്ക് നമ്മുടെ ഓരോ കേസിലും എഴുതി നോക്കാം. ആദ്യത്തെ കേസിൽ ഈ മിനിമം ആവുന്ന കേസിൽ ഈ മിനിമത്തിനൊരു എക്സ്പ്രഷൻ എഴുതി നോക്കാം. ഈ മിനിമം ആവുന്ന സമയത്ത് G റോ ഡബ്ല്യു ഡിവൈഡ് ബൈ റോ എന്താണ് എഴുതേണ്ടത്? ഈ മിനിമം ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഡെൻസസ്റ്റ് കേസാണ്, ഈ കേസാണ്. ഈ കേസിൽ റോ എന്ന് പറഞ്ഞാൽ റോ മാക്സ് ആണ്. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. റോ മാക്സ് മൈനസ് 1 എഴുതി. ഇനി ഈ മാക്സിമം ആവുന്ന നോക്കാം. ഈ മാക്സ് എന്ന് പറഞ്ഞാൽ G റോ ഡബ്ല്യു
ഈ മാക്സ് ആകെ ലൂസസ്റ്റ് സ്റ്റേറ്റിലാണ്. അപ്പോൾ റോ എന്തായിരിക്കും? മിനിമം ആയിരിക്കും. റോ മിനിമം -1 ആയിരിക്കും. ഇനി ഈ വാല്യൂ ഒക്കെ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? dr = E max മൈനസ് ഇ നോർമൽ ഇ ഡിവൈഡ് ബൈ ഇ മാക്സ് മൈനസ് ഇ മിനിമം. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മളിപ്പോൾ ഈ കണ്ടെത്തി ഈ മാക്സും ഇക്കും പകരം നമ്മളിപ്പം കണ്ടെത്തിയ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ എക്സ്പ്രഷൻസ് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് dr = rho max ഡിവൈഡഡ് ബൈ rho d into rho d minus rho minimum divided by rho max minus rho minimum. ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്തിനു കിട്ടും? അതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് കിട്ടും. ഇനി ഈ റിലേറ്റീവ് ഡെൻസിറ്റീൻ്റെ റോ ഡി കണ്ടെത്താൻ നമുക്കറിയാം. റോ ഡി നമ്മൾ എങ്ങനെ കണ്ടെത്തുക നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. ഡ്രൈ ഡെൻസിറ്റി എങ്ങനെ കണ്ടെത്താമെന്ന് നമ്മൾ പഠിച്ച വാട്ടർ കണ്ടന്റിനൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ഡെൻസിറ്റി കണ്ടെത്താം. ഇനി റോ മാക്സും റോ മിനിമം എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. റോ മാക്സ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ അതിൻ്റെ മാക്സിമം കോമ്പാക്ട് ചെയ്തിട്ട് വെൽ പാക്ക്ഡ് ആക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ മാസ് നോക്കുക. അതുപോലെ തന്നെ വെൽ പാക്ക്ഡ് ആക്കി കഴിഞ്ഞാൽ മാക്സിമം കോമ്പാക്റ്റ് ഒക്കെ ചെയ്ത് ഇടിച്ച് അതിൻ്റെ എല്ലാ വോയിഡും പോക്കി കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം എത്രയെന്ന് മെഷർ ചെയ്യാം. അത് തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും റോ മാക്സ് എന്ന് പറയുന്നത്. റോ മാക്സ് എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ വോളിയം മാക്സ്. വോളിയം മിനിമം ആവുന്ന കേസ് ആവുമ്പം റോ മാക്സ് നമുക്ക് കിട്ടും. അങ്ങനെ ലൂസായിട്ട് പാക്ക് ചെയ്തിട്ട് റോ മിനിമം കിട്ടണമെങ്കിൽ ഇങ്ങനെ ലൂസായിട്ട് വളരെ ലൂസായിട്ട് നമ്മൾ പാക്ക് ചെയ്യുക. അതിൻ്റെ മാസ് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ വോളിയം, ആ ഒരു കേസിലെ വോളിയം എന്ന് പറഞ്ഞാൽ മാക്സിമം ആയിരിക്കും. അത് ചെയ്താൽ റോ മിനിമം കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടെത്തുന്നത്.